നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതരിൽ ഒന്നാമനുമായിരുന്നു ബീർബൽ. ബീർബൽ ത്രിവിക്രംപൂർ എന്ന ഗ്രാമത്തിലെ ഒരു സാധു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മഹേഷ് ദാസ് ആണ്. ആകസ്മികമായി അക്ബർ മഹാരാജാവിനെ കണ്ടുമുട്ടുകയും ആ ബുദ്ധികൂർമ്മതയിൽ സംതൃപ്തനായ രാജാവ് അദ്ദേഹത്തെ തൻ്റെ സദസ്യനാക്കുകയും ചെയ്തു. ബീർബൽ എന്ന പേരിലാണ് മഹേഷ് ദാസ് പ്രശസ്തനായത്. നല്ല ഭരണാധികാരി, മികച്ച പടയാളി, പഴുതൊറ്റ ന്യായാധിപൻ, സഹൃദയനായ കവി എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ബീർബൽ അക്ബറുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളാണ്. അക്ബർ മഹാരാജാവിനെ ഉപദേശിക്കുവാനും സഹായിക്കാനും വിമർശിക്കാനും തിരുത്താനുമൊക്കെ ബീർബലിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ബീർബൽ ബ്രഹ്മ എന്ന തൂലികാനാമത്തിൽ രചിച്ച മനോഹരമായ കവിതകൾ ഭരത്പൂർ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ബീർബലിൻ്റെ രസകരമായ ഒരു കഥയാണ് ഇന്നിപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ബീർബലിനെ പരീക്ഷിക്കുന്നതിനായി ഒരു ദിവസം അക്ബർ ചക്രവർത്തി പറഞ്ഞു, ബീർബൽ, എനിക്ക് തീരെ ഉന്മേഷം തോന്നുന്നില്ല. പരദേശത്തു നിന്നും വന്ന ഒരു വൈദ്യൻ എന്നെ പരിശോധിച്ച ശേഷം ഈ അസുഖത്തിന് ഏക പരിഹാരമായി നിർദ്ദേശിച്ചത് കാളപ്പാൽ കുടിക്കാനാണ്. താങ്കൾ എങ്ങനെയെങ്കിലും ഒരു പാത്രം നിറയെ കാളപ്പാൽ കൊണ്ടുതരണം. രാജാവിൻ്റെ ആവശ്യം കേട്ട് ബീർബൽ അമ്പരന്നു. ബീർബൽ അമ്പരന്നെങ്കിലും താനത് പ്രകടമാക്കാതെ പറഞ്ഞു, ശരി മഹാരാജാവേ, 2-3 നാളുകൾക്കകം ഞാൻ കാളപ്പാലുമായി വരുന്നതാണ്. ബീർബൽ വീട്ടിലെത്തി ഭാര്യയുടെ മുന്നിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചു. അവർ പ്രശ്നം പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു. ഭർത്താവിനെ സമാധാനിപ്പിച്ചു. അന്ന് രാത്രി ബീർബലിൻ്റെ ഭാര്യ കുറേ അഴുക്ക് തുണികളുമായി കൊട്ടാരമുറ്റത്തുള്ള കുളത്തിൽ ചെന്ന് അലക്കാൻ തുടങ്ങി. രാത്രിയിലാണ്. തുണികൾ കല്ലിൽ അടിച്ചു നനയ്ക്കുന്ന ശബ്ദം കേട്ട് അക്ബർ ആ സ്ത്രീയെ തൻ്റെ മുമ്പിൽ ഹാജരാക്കുവാൻ ഭടന്മാരോട് ആവശ്യപ്പെട്ടു. ഈ രാത്രിയിൽ തുണികൾ അലക്കുന്നതിന് എന്തിനാണ്? രാജാവ് അവരോട് ചോദിച്ചു. അവർ മറുപടി പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജാവേ, എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസമാണ് പ്രസവിച്ചത്. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് മൂലം പകലൊന്നും തുണി അലക്കാനായില്ല. അതുകൊണ്ടാണ് രാത്രിയിൽ ഈ പണി ചെയ്യേണ്ടി വന്നത്. നിങ്ങളെന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഭർത്താവ് പ്രസവിച്ചുവെന്നോ? അക്ബർ ചക്രവർത്തി